നമസ്കാരം. ഒരല്പം പഴയ ഒരു വാർത്ത ഓർമ്മ വന്നു. സ്ക്രോൾ ചെയ്തപ്പോൾ മുന്നിൽ വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയണം തോന്നിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആരോടും ദേഷ്യ ഉദ്ദേശമൊന്നും ഉണ്ടായിട്ടില്ല. എന്നോട് പൊങ്കാലയിടാൻ വരുന്നതിന് മുമ്പ് ഈ വസ്തുതകളൊന്ന് പരിശോധിച്ചിട്ട് താഴെ നിന്ന് കമന്റ് എഴുതണേ. 1975 കാലഘട്ടങ്ങളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല, അതുപോലെ ഫോട്ടോ ആൽബങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെയൊന്നും പാടില്ല. ടി വി അന്നുണ്ടോ? ടി വി ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? എനിക്കറിയില്ല. ഞാൻ 75 ബാച്ചാണ്. 84 എൻ്റെ ആദ്യ ലൈവ് ടെലികാസ്റ്റ് ഞാൻ കാണുന്നത്. ഇന്ദിരാഗാന്ധിയെ ദഹിപ്പിക്കുന്ന ആ ഒരു വീഡിയോ ആണ് അന്ന് ലൈവിൽ ഞാൻ കണ്ടത്. 84 അപ്പോൾ ആ ഒരു ഓർമ്മ അന്ന് മുതലാണ് ടി വി കാണാൻ തുടങ്ങിയത്. കളർ ടി വി വളരെ റെയറാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു കൂടുതൽ. അങ്ങനെ ആ ഒരു കാലഘട്ടം. അതുകൊണ്ട് 75 ദൂരദർശനോ മറ്റോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എവിടെന്നെങ്കിലും ഡൽഹി ദൂരദർശനം വല്ലതും ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. അറിയാവുന്നവരെന്തായാലും ഇതിന്റെ താഴെ നിന്ന് കമന്റ് എഴുതിയിരിക്കും. ഏതായാലും അന്ന് ഫോട്ടോ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഇപ്പോൾ കടയ്ക്കൽ ശില്പ സ്റ്റുഡിയോയിലൊക്കെ ചെന്നിട്ട് നമ്മളെ തല ഇങ്ങനെ ഇട്ട് ഇങ്ങനെ തുറന്നടയ്ക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ക്ലിക്കുന്ന സ്ഥാനത്ത്, അതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. അപ്പൊ ആ കാലത്ത് ഒരു എഴുത്തുകാരൻ, ഒരു ഇസ്ലാമിക എഴുത്തുകാരൻ ഒരു 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 പുസ്തകം എഴുതി. പുസ്തകം എന്താ പറയുക, പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഒരു ലേഖനം എഴുതി. അതാണ് ഒന്നുകൂടെ ശരി. ഒരു ചെറിയ പുസ്തകത്തിനുള്ള ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഈ ഉസ്താദന്മാരെ, അതായത് ഇത്തരത്തിൽ ഫത്വ ഇറക്കുന്ന, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന രീതിയിൽ ഫത്വ ഇറക്കിയിട്ടുള്ള ചില ഉസ്താദന്മാരെ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും എഴുതിയിരുന്നു. ഞാൻ അന്നത്തെ ഉസ്താദന്മാരുടെ വിമർശനവും ഇദ്ദേഹത്തിന്റെ എഴുത്തിനെ കുറിച്ചും അല്ല ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ വിഷയം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരാം. വീഡിയോഗ്രാഫി, ടി വി ഒക്കെ വന്നതിന് ശേഷം മിക്ക വീടുകളിലും വീഡിയോ ക്യാമറമാൻ അവരുടെ ആ സന്തോഷ നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ വീഡിയോയിൽ ഒപ്പിയെടുത്ത് അവർക്ക് കാസറ്റുകളിലാക്കി, അന്ന് വീഡിയോ കാസറ്റ് ആണല്ലോ, കാസറ്റുകളിലാക്കി അവർക്ക് സൂക്ഷിച്ചു വെക്കണമെന്നൊരു ആഗ്രഹം. ആർക്കും ആഗ്രഹം ഉണ്ടാവും കുറേ കാലം കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് കണ്ടില്ലേ പണ്ടത്തെ കല്യാണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അന്ന് ജീപ്പിൽ പിന്നിൽ പിറകിൽ തൂങ്ങി പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും പാടവരമ്പത്തൂടെ നടക്കുന്നതായിട്ടുള്ള നൊസ്റ്റാൾജിക് വീഡിയോസ് ഒന്നും പലതും വരുമ്പോൾ മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട്. അത് അതുകൊണ്ടാണ്. പണ്ടത്തെ ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു വെച്ചിരുന്നെങ്കിൽ നിന്ന് ഇന്നുള്ളവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും അന്നത്തെ കാലത്ത് മുസ്ലിം വിവാഹങ്ങളിൽ ഒരു വീഡിയോഗ്രാഫി, 2-3 പേരെ വേണം വീഡിയോ എടുക്കണമെങ്കിൽ. ലൈറ്റ് ഒരാൾ പിടിക്കണം, വയറൊരാൾ പിടിക്കണം, പിന്നെ ക്യാമറ വേറെ പിടിക്കണം, ഇങ്ങനെയൊക്കെയാണല്ലോ. എല്ലാം കഴിഞ്ഞ് പിന്നെ പാട്ടൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റലാണ്. ഏതായാലും ആ ഒരു സംവിധാനം വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഹല്ല് കമ്മിറ്റീസ് ആയിരിക്കില്ല, പള്ളിയിലെ കാദിയാർസ് ആയിരിക്കില്ല, മുസ്ലിംസ് ആയിരിക്കില്ല, ഇങ്ങനെയുള്ള ചില ഫത്വകളും കൊണ്ട് ചിലർ ഇറങ്ങിയ ഒരു കാലഘട്ടം പിന്നീടുണ്ടായി. അതായത് വീഡിയോഗ്രാഫി ഉണ്ടോ, ഫോട്ടോഗ്രാഫി ഉണ്ടോ, അത് പാടില്ല എന്ന് പറഞ്ഞ് ഒച്ചയമ്പിളി വരെ ഉണ്ടാക്കിയെന്ന ഒരു കല്യാണം പോലും കലക്കിയ സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഒരു കാലഘട്ടം. അപ്പൊ ആദ്യത്തേത് ഫോട്ടോ, രണ്ടാമത്തേത് പിന്നീട് ടി വി കാണരുത്, അതുപോലെ വീഡിയോ എടുക്കരുത്, അത് ഒന്നുകൂടെ മുറുകി വന്നു. എന്നാൽ ഈ കാലത്ത് അന്ന് പറഞ്ഞ അതേ മൊയിലേക്കന്മാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ഇന്ന് സംസാരിക്കുന്നത് മുഴുവൻ വീഡിയോ ക്യാമറയുടെ മുന്നിലിരുന്ന്, അത് മൊബൈലായാലും വീഡിയോ ക്യാമറയാണല്ലോ, അതിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, ചാനലിലൂടെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നു. എന്തേ അന്നത്തെ ആ ദീനും ഇന്നത്തെ ദീനും തമ്മിൽ മാറിപ്പോയോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ അതങ്ങനെ സംഭവിച്ചു. ഞാൻ ഇപ്പോൾ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് ഞാനൊരു പള്ളിയിലെ ഉസ്താദിന്റെ ഒരു പ്രസംഗം കേട്ടു. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ പെരുന്നാളിന്, നബിദിനമൊക്കെ അതുപോലെ പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പടക്കങ്ങളൊക്കെ കൊണ്ടുവന്ന് പൂത്തിരി ഒന്ന് കത്തിച്ച്, ഒരു ചക്രമൊക്കെ ഒന്ന് കത്തിച്ച്, ഒരു മത്താപ്പൊക്കെ ഒന്ന് കത്തിച്ച് ഒന്ന് ആഘോഷിക്കുന്ന ഒരു പരിപാടി. 2 കാര്യങ്ങളാണ്. ആ കാരണം പറഞ്ഞ ആ പടക്ക കച്ചവടക്കാരന് ഒരു കച്ചവടം കിട്ടും, അയാളെ വീട്ടിൽ അരി വാങ്ങാൻ പറ്റും. പിന്നെ കുട്ടികൾക്കൊരു സന്തോഷം, പെരുന്നാളിനൊരു പടക്കം പൊട്ടിക്കുന്നു, അങ്ങനെ ഒരു രസം. എന്നാൽ ആ പടക്കം പൊട്ടിക്കലിനെതിരെ അതിരൂക്ഷമായി ഈ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു ഉസ്താദ് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നത് കേട്ടു. അത് പാടില്ല, അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്, ആനയാണ്, ചേനയാണ്. അതിന് കുറെ ഫത്വകളും റസൂലുള്ളാഹിന്റെ കാലത്തെ ചില അനുവാചകരുടെ ചില നിലപാടുകളും അതിനുശേഷമുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് അലക്കുന്നത് കണ്ടു. ആ പെരുന്നാളിന് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉസ്താദ് പറഞ്ഞെന്നുണ്ടെങ്കിലും പിറ്റേന്ന് പൊട്ടിക്കൽ നടന്നു. ആ പൊട്ടിക്കലിനെ കുറിച്ച് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ദേഷ്യപ്പെട്ട് ഉസ്താദ് സംസാരിക്കുകയും ചെയ്തു. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ മാർച്ച് 30 വന്നിട്ടുള്ളൊരു വാർത്ത ഇന്ന് ഞാൻ വീണ്ടും കാണുമ്പോൾ ആ വാർത്ത ഞാനൊന്ന് വായിക്കാം. റിയാദ്
ഈദുൽ ഫിത്തർ ആഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ ഇന്ന് രാത്രി 9 മണിക്ക് വെടിക്കെട്ട് നടക്കുമെന്ന് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചു. റിയാദിൽ ബുളവാർഡ് വേൾഡ്, ജിദ്ദയിൽ ജിദ്ദ പ്രൊമനേഡ്, ദമാമിൽ കടത്തീരം, അബഹയിൽ ഹിൽ പാർക്ക്, തായിഫിൽ റദഫ് പാർക്ക്, അതുപോലെ ഹായിൽ അൽസലാം പാർക്ക്, ജിസാനിൽ വടക്കൻ കോർണിഷ്, താബൂക്കിൽ താബൂക്ക് പാർക്ക്, അബഹയിൽ പ്രിൻസ് ഹസാം പാർക്ക്, അറാറിൽ പബ്ലിക് പാർക്ക്, സക്കാക്കയിൽ കിങ് അബ്ദുള്ള കൾച്ചറൽ സെന്റർ, ബുറൈദയിൽ കിങ് അബ്ദുള്ള പാർക്ക്, മദീനയിൽ കിങ് ഫഹദ് പാർക്ക്, നജ്റാറിൽ പ്രിൻസ് ഹദലുൽ സിറ്റിക്ക് സമീപം എന്നിവിടങ്ങളിലാണ് വെടിക്കെട്ടുണ്ടാകുക. എത്ര സ്ഥലത്ത്? അപ്പൊ ഇത്രയും സ്ഥലത്ത് സൗദി അറേബ്യയിൽ വെടിക്കെട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ വെടിക്കെട്ട് കാണുന്നതിന്റെ പടം കൂടി ഒരു സൗദി അറേബ്യയിലെ അറബികളോ അവിടെ നിന്നുകൊണ്ട് വെടിക്കെട്ട് കാണുന്നതിന്റെ ഒരു ചിത്രവും കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, കുട്ടികൾ അവരുടെ ഒരു ആഘോഷം അതനുസരിച്ച് ഒരു ലേശം ഒന്ന് പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് മറ്റു ജാതിക്കാരുടെ ആഘോഷമായി. ഓണത്തിന് ഒരൽപ്പം സദ്യ കഴിച്ചു എന്നതുകൊണ്ട് അങ്ങനെ എല്ലാത്തിനും കുറ്റം കാണുന്നവർ ഇതിന് എന്ത് മറുപടി പറയും? വെടി പൊട്ടിക്കാൻ പാടില്ല, പടക്കം ഒന്നിനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുമ്പ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കർശനമായി നിലപാടെടുത്തിട്ടുണ്ടോ അതെല്ലാം ഇന്ന് അവർ തന്നെ നേരിട്ട് ചെയ്യുന്നു. ഇന്ന് പള്ളി മെമ്പറിൽ നിന്ന് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നു, അതേ സംഗതി തന്നെ കഅബ സ്ഥിതി ചെയ്യുന്ന രാജ്യത്ത്, അതായത് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയുടെ നേർ അത് സ്ഥിതി ചെയ്യുന്ന കഅബ ഖിബില സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിൽ ഈ വെടിപൊട്ടിക്കൽ അവർ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, പെരുന്നാൾ വെടിപൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ഏതാനും വർഷം മുമ്പ് ഇവിടെ നമ്മുടെ മൊയ്ലിയാർ പറഞ്ഞ, പള്ളിക്കലെ കാതയാർ പറഞ്ഞ പ്രസംഗത്തിന്റെ വില എന്താണ്? Different angles. Don't forget to subscribe and support this channel.